സുരേഷേട്ടാ, ഓട്ടോ വന്നോട്ടാ, ഇത്തിരി വേഗമാകണം. അടഞ്ഞുകിടന്ന ബാത്റൂമിന് മുന്നിൽ വന്നു നിന്ന് ഷീബ വിളിച്ചു പറഞ്ഞു. കുളിമുറിയിൽ നിന്നും തോർത്തു കുടയുന്ന ശബ്ദം കേട്ടു. ദാ കഴിഞ്ഞു, ഓട്ടോ ഒരു 10 മിനിറ്റ് നേരത്തെ വന്നതാ. നമ്മൾ പതിവുകാരല്ലേ, ബാബു വെയിറ്റ് ചെയ്തോളും. അമ്മ TV കാണുകയാണോ? നീ റൂമിൻ്റെ വാതിലൊന്നടച്ചേ, ഞാൻ പുറത്തോട്ട് കടക്കട്ടെ. ഷീബ കിടപ്പുമുറിയുടെ വാതിലടച്ചു. ബോൾട്ട് വീഴുന്ന ശബ്ദം കേട്ടയുടൻ കുളിമുറിയുടെ വാതിൽ തുറക്കപ്പെട്ടു. ഒറ്റ തോർത്തുമുടുത്ത് സുരേഷ് പുറത്തേക്കിറങ്ങി. കുളിമുറിയുടെ ഉയർന്ന പടവിൽ കാൽ തട്ടി അയാൾ വീഴാനാഞ്ഞു. ഷീബ അയാളുടെ ചുമലിൽ കൈ ചേർത്ത് പിടിച്ച് കട്ടിലിലിരുത്തി. മടക്കി വെക്കാൻ കഴിയാത്ത വലങ്കാൽ മുന്നോട്ട് നീണ്ടു നിന്നു. തോർത്തുമുണ്ട് ഉരിഞ്ഞ് ദിഗംബരനായിരുന്ന ഭർത്താവിനു അടിവസ്ത്രമടക്കം ധരിക്കാൻ അവൾ സഹായിച്ചു. നിവർന്നു നിന്നപ്പോൾ അയാളുടെ അരക്കെട്ടിൽ മുണ്ടു മുറുക്കി ഉടുപ്പിച്ചു. പുതിയ ഷർട്ടും ധരിച്ചു. മുടി ചീകി മിനുക്കി ഒരുങ്ങി വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി. അത്രയും ആയപ്പോഴേക്കും അവളുടെ സാരി തെല്ലി ചുളിഞ്ഞ് ഉലഞ്ഞിരുന്നു. കൈലേസ് എടുത്ത് മുഖത്തെ വിയർപ്പൊപ്പി. അവളും അകത്തളത്തിലേക്ക് നീങ്ങി. അകത്തളത്തിൽ TV-യിൽ എന്തോ പരമ്പരയുടെ സംഘർഷങ്ങളിൽ മുഴുകിയിരിക്കുകയാണ് അമ്മ. തൊട്ടടുത്ത് ആൾപ്പെരുമാറ്റം ഉണ്ടായിട്ടും ദൃഷ്ടി പിൻവലിക്കാതെ അവർ അങ്ങനെയിരുന്നു. 60-നോടടുത്ത പ്രായത്തിലും പൂർണ്ണ ആരോഗ്യവതിയായിരുന്നു അവർ. അമ്മേ, ഞങ്ങൾ സാബുവിൻ്റെ അനിയത്തിയുടെ കല്യാണത്തിന് പോവാണ്. ഞങ്ങൾ പോയി കഴിയുമ്പോൾ ഉമ്മറ വാതിൽ അടച്ചേക്കണം. പരിചയമില്ലാത്തവർ വന്നാൽ ജനലിൽ കൂടി സംസാരിച്ചാൽ മതി. ഞങ്ങൾ വേഗം മടങ്ങി വരും. അമ്മ തെല്ലിടമിണ്ടാതെ നിന്നു. എന്നിട്ട് പിറുപിറുത്തു. കല്യാണവും സദ്യയും കഴിഞ്ഞാൽ നേരിട്ട് വീട്ടിലേക്ക് വരിക. കുടിക്കാനും മോന്താനും ഒന്നും നിൽക്കണ്ട. സാബുവിൻ്റെ മൂത്ത പെങ്ങളുടെ കല്യാണ ദിവസം മറന്നിട്ടില്ലല്ലോ അല്ലേ? ഓർമ്മകൾ നല്ലതാണ്. അവർ പിന്നെയും എന്തൊക്കെയോ പിറുപിറുത്തുകൊണ്ടിരുന്നു. പിന്നീട് വീണ്ടും ടെലിവിഷനിലേക്ക് ശ്രദ്ധ തിരിച്ചു. ഓട്ടോയ്ക്കരികിലെത്തി സുരേഷാണ് ആദ്യം കയറിയത്. മടങ്ങാത്ത കാൽ കയറ്റിവെക്കാൻ ഏറെ ക്ലേശം സഹിക്കേണ്ടി വന്നു. ഷീബയും കയറിയിരുന്നു. ഓട്ടോ പതുക്കെ മുന്നോട്ടുരുണ്ടു. സുരേഷ് നിശബ്ദനായിരുന്നു. ഷീബ വഴിയോരത്തേക്ക് കണ്ണു നട്ടു. കാഴ്ചകൾ പുറകോട്ട് പാഞ്ഞു. ഒപ്പം ഓർമ്മകളും. അത്യാവശ്യം സമ്പത്തുള്ള വീട്ടിലായിരുന്നു ഷീബ ജനിച്ചു വളർന്നത്. ഡിഗ്രി പൂർത്തിയാക്കി. വിവാഹാലോചനകൾ ആരംഭിച്ചപ്പോഴാണ് ഷീബയുടെ ഇരുണ്ട നിറം അവളുടെ ശത്രുവാകാൻ തുടങ്ങിയത്. ഉടലിൻ്റെ അഴകളവുകൾ ആർക്കും മോഹം ജനിപ്പിക്കുന്നതായിരുന്നുവെങ്കിലും കറുമ്പിപ്പെണ്ണിനെ ആരും മോഹിച്ചില്ല. പലയിടങ്ങളിൽ നിന്നും പലതവണ അവഗണനകളും തഴച്ചിലും നേരിട്ടപ്പോൾ പെണ്ണു കാണൽ എന്നത് ഒരു ശിക്ഷയായി തോന്നാൻ തുടങ്ങി. അങ്ങനെയിരിക്കെയാണ് സുരേഷിൻ്റെ ആലോചന വന്നത്. പെണ്ണു കാണാൻ വന്ന വെളുത്ത് തുടുത്ത സുമുഖനായ സുരേഷിനെ കണ്ടപ്പോൾ ആദ്യം കരയാനാണ് തോന്നിയത്. പക്ഷേ ഹോട്ടൽ ബിസിനസ് നടത്തി പരാജയപ്പെട്ട സുരേഷിന് പെണ്ണിനേക്കാൾ ആവശ്യം പൊന്നും പണവുമായിരുന്നു. കനത്ത സ്ത്രീധന തുക നൽകി ഷീബയെ സുരേഷിനൊപ്പം അയച്ചു. ഏക മകളുടെ സന്തോഷങ്ങൾക്ക് വേണ്ടി മാതാപിതാക്കൾ സുരേഷിൻ്റെ ബാധ്യതകൾ ഓരോന്നായി വീട്ടി. വീണ്ടും ഹോട്ടൽ ബിസിനസ് പുരോഗതിയിലേക്ക് നീങ്ങാൻ തുടങ്ങി. സമ്പത്തിൻ്റെ മടങ്ങിവരവുകളുടെ കാലങ്ങളിൽ ഷീബയുടെ നിറം സുരേഷിന് ബോധിക്കാതെ വന്നു തുടങ്ങി. ഭർത്താവിൻ്റെയും അമ്മയുടെയും പരിഹാസങ്ങളും അവഗണനയുമായിരുന്നു തുടക്കം. സ്വന്തം രൂപത്തെ അവൾ അത്രമേൽ വെറുത്തു. കണ്ണാടിയിൽ പതിഞ്ഞ പ്രതിബിംബത്തിൻ്റെ നിറം കൂടിയ മൂക്ക് വേറിട്ട് നിൽക്കുന്നത് ഏറ്റവും അസഹ്യത അവളിൽ തീർത്തു. ചടങ്ങുകളിലേക്കുള്ള യാത്രകളിൽ സുരേഷ് തനിച്ചായി സഞ്ചാരം. ഷീബയും എത്തേണ്ട ചടങ്ങുകളിൽ. രണ്ടാളും 2 സമയങ്ങളിലെത്തി. ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുത്താൽ വധൂവരന്മാർക്കൊപ്പം ചിത്രമെടുക്കാൻ ഒരുമിച്ച് നിൽക്കാൻ സുരേഷ് ഒരിക്കലും തയ്യാറായിരുന്നില്ല. കിടപ്പുമുറിയിലെ അവഗണനകൾക്ക് അന്ത്യമില്ലായിരുന്നു. സ്വന്തം ലാപ്ടോപ്പിൽ വെളുത്ത സുന്ദരികളുടെ നഗ്ന വീഡിയോകൾ സുരേഷ് മതിമറന്ന് കാണുമ്പോൾ ഷീബ ഉറങ്ങാതെ കിടപ്പുണ്ടാകും. രതിവന്യതകളുടെ സീൽക്കാരങ്ങൾ ശബ്ദം കുറഞ്ഞെങ്കിലും കാതുകളിലേക്ക് വന്നുകൊണ്ടിരുന്നു. എടി, വേണമെങ്കിൽ വന്നിരുത് കണ്ടോ, ഇത് നിന്റെ പോലെ കരിഞ്ഞതല്ല, മൊത്തം നല്ല കളറാ. ഇത് കണ്ടിട്ട് നിന്നെ നോക്കുമ്പോൾ മരിക്കാനാണ് തോന്നുന്നത്. സുരേഷിൻ്റെ പരിഹാരശരങ്ങളിൽ നൊന്ത് ഉറക്കം കാത്തങ്ങനെ കിടക്കും. അപ്പോഴും ലാപ്ടോപ്പിൽ വൈകൃതങ്ങൾ തുടരുന്നുണ്ടാകും. പതിയെ ഉറക്കത്തിലേക്ക് വീഴുമ്പോഴായിരിക്കും ശരീരത്തിൽ പനി പിടിച്ച ചൂടുമായി സുരേഷ് അമരുന്നത്. വിവസ്ത്രയാകുമ്പോഴും വഴങ്ങിക്കൊടുക്കുമ്പോഴും അവൾക്ക് പരാതികളില്ലായിരുന്നു. ഇടയ്ക്ക് കാതുകളിൽ ഒരു മുരൾച്ച പോലെ കേൾക്കാം. ലൈറ്റണച്ച പിന്നെന്ത് കളറ്. ഒരു മരവിപ്പിലങ്ങനെ വഴങ്ങുമ്പോൾ ഓർമ്മകളിൽ വരാറുള്ളത് ഏതോ നോവലിൽ വായിച്ച ജന്മിയുടെയും അടിയാത്തിയുടെയും കഥയായിരുന്നു. പകൽ മുഴുവൻ തീണ്ടാപ്പാടകലെ നിർത്തിയവളുടെ ഉടലിൽ രാത്രിയിൽ കാമശമനം തീർത്ത പഴയ പ്രതാപിയുടെ കഥ. അങ്ങനെ എത്രയോ രാവുകൾ. സാബു,
സുരേഷിന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. 1.5 വർഷം മുമ്പായിരുന്നു സാബുവിന്റെ മൂത്ത പെങ്ങളുടെ വിവാഹം. തലേ ദിവസം രാത്രി വളരെ നേരം വൈകിയാണ് സുരേഷ് വീട്ടിലെത്തിയത്. കല്യാണ തലേന്നിന്റെ ആഘോഷം കിടപ്പുമുറിയിലാകെ മദ്യഗന്ധമായി പടർന്നു. പിറ്റേന്ന് 10 മണിയാകുമ്പോഴേക്കും സുരേഷ് ചമഞ്ഞൊരുങ്ങി ബൈക്കിലേറി വിവാഹത്തിന് പുറപ്പെട്ടു. പുതുവസ്ത്രങ്ങളിൽ അയാളൊരു സിനിമാ നായകനെ പോലെ സുന്ദരനായിരുന്നു. 11:30ക്കാണ് ഷീബ പുറപ്പെട്ടത്. ഇളം നിറങ്ങളുള്ള പുടവയാണ് ഉടുത്തത്. ആഭരണങ്ങളും വളരെ കുറച്ചേ അണിഞ്ഞുള്ളൂ. കടും നിറമുള്ള വസ്ത്രങ്ങളോടുള്ള പ്രണയത്തെ എന്നോ ഉപേക്ഷിച്ചിരുന്നു. എല്ലാം കഴിഞ്ഞ് കണ്ണാടികൾ നോക്കിയപ്പോൾ നിറം കൂടിയ മൂക്ക് വേറിട്ട് നിന്നു. കാളിദാസ കൃതിയിലേതുപോലെയുള്ള ഉടൽച്ചേല് മാത്രം വ്യത്യസ്തമായി നിൽക്കുന്നു. തെല്ല് നിറം കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ എത്ര മാദകമായിരുന്നു തൻ്റെ ഉടലെന്നവൾക്ക് തോന്നി. ബാബുവേട്ടൻ്റെ ഓട്ടോയിൽ കല്യാണ മണ്ഡപത്തിലേക്ക് എത്തുമ്പോഴേ കണ്ടു മിന്നൽ കണക്കെ ജ്വലിച്ചു നിൽക്കുന്ന ഭർത്താവിനെ. സാബുവിൻ്റെ അരികിലേക്ക് ഒരുമിച്ചാണ് ചെന്നത്. ഭക്ഷണം കഴിച്ച് സമസ്ത ചടങ്ങുകളിലും പങ്കെടുത്തിട്ടേ പോകാവൂ എന്ന സാബുവിൻ്റെ അഭ്യർത്ഥന കേട്ട് ചിരിക്കാൻ തോന്നി. ഫോട്ടോവേളയ്ക്ക് തൊട്ടു മുൻപ് സുരേഷിനെ കാണുമ്പോൾ ആ കണ്ണും കവിൾത്തടങ്ങളും ചുവന്നിരിക്കുന്നുണ്ടായിരുന്നു. ഇന്നലെ മദ്യപാനത്തിൻ്റെ തുടർച്ച ഇന്നും ഉണ്ടായിരുന്നിരിക്കണം. തിരികെ ഓട്ടോയിൽ തനിച്ചു മടങ്ങുമ്പോൾ സുരേഷ് അവിടെ എങ്ങും ഉണ്ടായിരുന്നില്ല. വീട്ടിലെത്തിയ ശേഷമാണ് ഫോണിലേക്ക് ആ വാർത്ത എത്തിയത്. കല്യാണമേളനങ്ങളുടെ ഉന്മാദത്തിൽ മടങ്ങിയ സുരേഷിൻ്റെ ബൈക്ക് ഒരു കാറുമായി കൂട്ടിയിടിച്ചത്രേ. ആശുപത്രിയിലും വീട്ടിലുമായി നീണ്ടുപോയ കിടന്ന കിടപ്പ്. വലത് കാൽമുട്ട് തകർന്നിരിക്കുന്നു. മുഖമടിച്ചുള്ള വീഴ്ചയിൽ മുഖമാകെ തകർന്നു പോയിരുന്നു. മച്ചും നോക്കി കിടന്നയാളുടെ മുറിയിൽ മരുന്നുകളുടെയും മുഷിച്ചിലുകളുടെയും വിസർജ്യങ്ങളുടെയും ഗന്ധം സമന്വയിച്ചു. ഷീബയ്ക്ക് പരാതികളില്ലായിരുന്നു. 6 മാസം വേണ്ടി വന്നു ഇന്നത്തെ സ്ഥിതിയിലെത്താൻ. പിന്നെയും 1 വർഷം കൂടി കടന്നുപോയി. കല്യാണ മണ്ഡപത്തിന് മുന്നിൽ ഓട്ടോ നിന്നു. ഷീബ ഇറങ്ങി. ഏറെ സാവകാശം സുരേഷും. ബാബുവേട്ടൻ ഓട്ടോ ഒതുക്കി കാത്തിരിക്കാൻ പോയി. സുരേഷിൻ്റെ കയ്യും പിടിച്ച് ഷീബ മണ്ഡപത്തിലേക്ക് നടന്നു. അവിടെ കൂടിയവരുടെ നോട്ടം മുഴുവൻ അവരിലേക്കായി. പക്ഷേ ഇത്തവണ നോട്ടങ്ങൾ കേന്ദ്രീകരിച്ചത് അവളുടെ കറുത്ത ഉടലിൻ്റെ മാദകത്വങ്ങളിലേക്കായിരുന്നില്ല, സുരേഷിൻ്റെ മുഖത്തേക്കായിരുന്നു. ഷീബ അയാളുടെ മുഖത്തേക്ക് നോക്കി. വേനലിൽ വിണ്ടടർന്ന പാടം കണക്കെ വീണ്ടും വരഞ്ഞു നിന്ന മുറിവടയാളങ്ങൾ ആ മുഖത്ത് ക്രൗര്യം തീർക്കുന്നു. സുരേഷ് ഏതോ ഉൾപ്രേരണയാൽ കൈലേസുകൊണ്ട് മുഖം മറച്ചു. പുറകിലെ നിരയിൽ ഒരറ്റത്ത് അയാൾ വലതുകാൽ നീട്ടിവെച്ചിരുന്നു. പതിയെ ഷീബയോട് പിറുപിറുത്തു. ഊണ് കഴിഞ്ഞാൽ ഉടനെ പോകാം. അവൾ തലയാട്ടി. മണ്ഡപത്തിൽ നിന്നും വായ്ക്കുരവകൾ ഉയർന്നു. ഷീബ അങ്ങോട്ടേക്ക് നോക്കി. വെളുത്തു തൊടുത്ത നവവധു. അവളെ മാലയിടുന്ന കറുത്തിരുണ്ടൊരു യുവാവ്. ഷീബയുടെ മനസ്സ് മന്ത്രിച്ചു. അവൾക്ക് നന്മകൾ വന്നു ചേരട്ടെ. ഉടലിനേക്കാൾ ഉൾത്താർ ശോഭിക്കട്ടെ. കെട്ടിമേളം തുടർന്നുകൊണ്ടേയിരുന്നു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.